പി.വി. അൻവറിന്റെ പിന്തുണയിൽ മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ യു.ഡി.എഫിന്റെ അവിശ്വാസ പ്രമേയം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ എൽ.ഡി.എഫ്, യു.ഡി.എഫ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പി.വി. അൻവറും ബി.എസ്. ജോയ്, ആര്യാടൻ ഷൗക്കത്ത് തുടങ്ങിയ നേതാക്കളും സ്ഥലത്തുണ്ട്. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ നുസൈബ സുധീർ അവിശ്വാസത്തെ പിന്തുണച്ചേക്കും. സി.വി. അനുമോദ് ചേരുന്നു. അനുമോദ്, രാഷ്ട്രീയ നീക്കം കൂടുതൽ യു.ഡി.എഫിന്റെ പരസ്യമായിട്ടുള്ള പിന്തുണ ഇല്ലെങ്കിലും യു.ഡി.എഫിനൊപ്പം നിന്നുകൊണ്ട് പി.വി. അൻവറിന്റെ ഒരു കൈത്താങ് കൂടി ഏത് തരത്തിലാണ് ഈ സംഘർഷാവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ? അവരുടെ നാടകീയമായ കാഴ്ചകളാണ് നമുക്ക് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ നിന്ന് കാണാനാകുന്നത്. അവിശ്വാസ പ്രമേയം 11 മണിക്ക് തന്നെ ചർച്ച തുടങ്ങുമെന്നാണ് അറിയാനാകുന്നത്. യു.ഡി.എഫ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ യു.ഡി.എഫിന്റെയും എൽ.ഡി.എഫിന്റെയും പ്രവർത്തകർ തമ്മിൽ ചെറിയ സംഘർഷവും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒപ്പം ബി.എസ്. ജോയ് ചേരുന്നുണ്ട്, DCC പ്രസിഡന്റ്. എന്താണ് തിരിച്ചുപിടിക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയാണോ? തീർച്ചയായും ചുങ്കത്തറ പഞ്ചായത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പഞ്ചായത്താണ്. കുതിര കച്ചവടത്തിൽ ഞങ്ങളിൽ നിന്ന് തിരിച്ചുപിടിച്ച പഞ്ചായത്ത്. അതേ നാണയത്തിൽ ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. അതിൽ കുപിതരായ ഈ അവിശ്വാസ പ്രമേയത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച് അതിൽ പരാജയപ്പെട്ടു. അവിശ്വാസം ചർച്ചയ്ക്കെടുത്ത് അത് പാസ്സാകുമെന്ന് ഉറപ്പായപ്പോൾ ആസൂത്രിതമായി CPM ആ ഒരു ആക്രമണം അടിച്ചുവിടാൻ, പ്രത്യേകിച്ച് ഈ അവിശ്വാസ പ്രമേയത്തിന് പിന്തുണയുമായി വന്ന ശ്രീ പി.വി. അൻവർ ex-MLA-ക്കെതിരെ അദ്ദേഹം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കടയിൽ കടന്നു ചെന്ന് അദ്ദേഹത്തിനെതിരെ ആക്രമണം അടിച്ചുവിടാനുള്ള ആസൂത്രിതമായൊരു നീക്കമാണ് CPM നടത്തിയത്. ആ നീക്കം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ചെറുത്തു തോൽപ്പിച്ചു. ഞങ്ങൾ അവിശ്വാസ പ്രമേയം പാസ്സാക്കും. ഞങ്ങൾ പറയുന്നു, ഐക്യ ജനാധിപത്യ മുന്നണി തീർച്ചയായും ഈ അവിശ്വാസ പ്രമേയം അത് പിണറായി വിജയനെതിരെയുള്ള ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. ഇപ്പം നടന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ വിജയിച്ചു. ശ്രീ പി.വി. അൻവർ MLA രാഷ്ട്രീയമായി ആക്രമിച്ച് അടിച്ചമർത്താനാണ് വ്യാമോഹിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള രാഷ്ട്രീയ സംരക്ഷണവും ഞങ്ങൾ നൽകും. ഒരു തർക്കവുമില്ല. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് CPM നടത്തിയത്. അദ്ദേഹത്തിന്റെ രോമത്തിൽ തൊടാൻ പോലും ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. അതെ, തീർച്ചയായും ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം UDF തിരിച്ചു പിടിക്കുന്നത് തൃശൂർ പൂരത്തിന് മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. യഥാർത്ഥ പൂരവും വെടിക്കെട്ടും വരാനിരിക്കുന്നേ ഉള്ളൂ. മുഴുവൻ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും തൂത്തുപെറുക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നത വിജയം നേടി ഐക്യ ജനാധിപത്യ. അതാണ് പറഞ്ഞ DCC അധ്യക്ഷനായ ബി.എസ്. ജോയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത്. വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് UDF ഈ ഒരു സാഹചര്യത്തെ കാണുന്നത്. പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കുവാനും അത് തെരഞ്ഞെടുപ്പിന് മുൻപ്, ഉപതെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് ഇതിനെ കാണുവാനും കഴിയുമെന്ന പ്രതീക്ഷയാണ് പങ്കുവച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഈ അവിശ്വാസ പ്രമേയത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും. നമ്മൾ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ പഞ്ചായത്തിന് മുൻപിലാണ് നിൽക്കുന്നത്. എന്നാണെങ്കിലും UDF പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. എന്താണെങ്കിലും അതിലെന്താകുമെന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ കണ്ടറിയാം. അൻവർ സ്ഥലത്ത് വരാനുള്ള സാധ്യതയുണ്ടോ അനുമോദ്? സ്വാഭാവികമായിട്ടും അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണമൊക്കെ നടത്താനുള്ള ഒരു സാധ്യതയൊക്കെ തള്ളിക്കളയാനാവില്ലല്ലോ. തീർച്ചയായും അൻവർ പ്രതികരിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം ഇവിടെ അൻവറിനെ സംബന്ധിച്ച് തന്റെ തട്ടകത്തിൽ UDF-ന് ഒരു നേട്ടം നൽകുക എന്നുള്ളത് അൻവറിന്റെ ഇനിയുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പി.വി. അൻവറിന്റെ പ്രതികരണം ഇതിൽ UDF-ന് അനുകൂലമായിട്ടുള്ളൊരു ഫലം വരികയാണെങ്കിൽ തീർച്ചയായും പി.വി. അൻവറിന്റെ പ്രതികരണം വരും. പി.വി. അൻവറിനെ സംബന്ധിച്ച് അത് UDF-ലേക്കുള്ള തന്റെ പാത കുറെ കൂടി വേഗത്തിലാക്കാൻ, അടുപ്പിക്കാൻ, UDF-ലേക്ക് അടുക്കുവാൻ കുറെ കൂടി വേഗത്തിൽ സാധിക്കും. മാത്രമല്ല പി.വി. അൻവറിന്റെ സാന്നിധ്യം നിലമ്പൂരിൽ എഴുതി തള്ളാൻ കഴിയുന്നതല്ല എന്നൊരു വലിയ സന്ദേശം നൽകുവാനും അൻവറിനെ ഈ ചുങ്കത്തറയിലെ ഈ ഭരണമാറ്റം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു അവിശ്വാസ പ്രമേയമായിട്ട് ചുങ്കത്തറയിലേത് മാറുന്നത് പി.വി. അൻവറിന്റെ സാന്നിധ്യം കൊണ്ടുകൂടി തന്നെയാണ്. അപർണ, സി.വി. അനുമോദാണ്. ഏതായാലും ചുങ്കത്തറയിൽ LDF-ന് ഭരണം നഷ്ടപ്പെടുമെന്ന രീതിയിലേക്ക് പോകുന്നു. നാടകീയമായ കാര്യങ്ങളാണ് ചുങ്കത്തറ പഞ്ചായത്തിൽ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. പി.വി. അൻവറിന്റെ തന്നെ പിന്തുണയോടുകൂടി ഇടത് അംഗം നുസൈബ സുധീറിന്റെ പിന്തുണ UDF-ന് ഉണ്ടാകും എന്നുള്ള വിവരമാണ് അനുമോദ്. അല്പസമയത്തിനകം പി.വി. അൻവർ തന്നെ നേരിട്ടെത്തി. അനുമോദ്, വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നു കാര്യങ്ങൾ എന്നുള്ള ദൃശ്യങ്ങളൊക്കെയാണ്. പോലീസും സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇത് വലിയൊരു വിഷയത്തിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ കടക്കുകയാണ്. അപർണ, നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ കാണാം. പോലീസിന്റെ വലിയ ഒരു സന്നാഹം തന്നെ ഇവിടെ എന്തിനും സജ്ജമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ നിൽക്കുന്നത് ചുങ്കത്തറ പഞ്ചായത്തിന്റെ
ഗേറ്റിന് മുൻപിലാണ്. ഇവിടെ ഒരു വശത്താണ് UDF പ്രവർത്തകരുള്ളത്, ഇതിന്റെ മറുവശത്ത് ആണ് LDFന്റെ പ്രവർത്തകരുള്ളത്. അങ്ങനെ രണ്ട് ഭാഗങ്ങളിലായിട്ട് LDF UDF പ്രവർത്തകരെ വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ് പോലീസ്. കാരണം സംഘർഷത്തിന് വഴിമാറിയ ഒരു സാഹചര്യം, സംഘർഷം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ പോലീസിന്റെ സന്നാഹം ഇവിടെ ശക്തമാണ്. PB അൻവറിന്റെ നേതൃത്വത്തിൽ UDF ഇവിടെ നേതാക്കളൊക്കെ നേരത്തെ നമ്മൾ സംസാരിച്ച VS ജോയിയും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും അടക്കം UDFന്റെ നിലമ്പൂരിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം എത്തി നിൽക്കുക. അവരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് ഇന്നത്തെ അവിശ്വാസ പ്രമേയത്തിന്റെ മുകളിൽ ഉള്ളത്. കാരണം അവിടെ ഭരണമാറ്റം ഉണ്ടാകും, UDF ഭരണം തിരിച്ചു പിടിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മറുവശത്ത് LDFനെ സംബന്ധിച്ച് PB അൻവർ പോയതിന് പിന്നാലെ അൻവറിന്റെ സ്വാധീനം ഈ മേഖലയിൽ ഇല്ല എന്ന് തെളിയിക്കുവാനുള്ള പോരാട്ടമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ചുങ്കത്തറയിലെ ഈ അപ്രതീക്ഷിതമായുള്ള അവിശ്വാസ പ്രമേയം കൊണ്ടുവരലും അത് പാസ്സാവുകയും ചെയ്താൽ അത് LDFനെ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പിന് ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ്, എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപനം വരാവുന്ന ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഭരണമാറ്റം ചുങ്കത്തറയിൽ ഉണ്ടാകുന്നത് ഉപതെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാകുമെന്ന് മാത്രമല്ല പലയിടങ്ങളിലും അൻവറിന് അനുകൂലമായിട്ടുള്ള ആളുകളുടെ ഒഴുക്കുണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങളും വലിയ തോതിലുള്ള ഉന്തതള്ളും ഒക്കെ ഈ ഒരു സമയത്ത് നമുക്കിവിടെ പ്രതീക്ഷിക്കാനാകും. കാരണം രണ്ട് കൂട്ടർക്കും LDFനും UDFനും ഇപ്പോൾ ഈ ചുങ്കത്തറയിലെ അവിശ്വാസ പ്രമേയം അതീവ നിർണായകമാണ്. കാരണം ഭരണമാറ്റം ഉണ്ടായാൽ LDFന് ഭരണം നഷ്ടമായാൽ അത് UDFിലേക്ക് എത്തിയാൽ അത് PB അൻവറിനുള്ള ഒരു നേട്ടമാകും. PB അൻവറിന്റെ നേതൃത്വത്തിനുള്ള ഒരു അംഗീകാരമായിട്ടായിരിക്കും ഉണ്ടാവുക. അത് വലിയ തോതിൽ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ LDFനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം തീർക്കുകയും ചെയ്യും. അനുമോദ്, അപ്പോഴും CPMന് ചില വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ അടക്കം ഈ TMCയുടെ ഭാരവാഹിയുടെ ഭാര്യ കൂടിയാണ് ഈ നുസൈബ സുധീർ. എന്നിട്ടു പോലും ഇവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയാണല്ലോ ഈ UDF അവിശ്വാസ പ്രമേയത്തിനെതിരായിട്ടുള്ള വാർത്താ സമ്മേളനമൊക്കെ LDF നടത്തിയത്. എന്നിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് കൂടിയാണോ CPM ഇപ്പോൾ ഈ പ്രതീക്ഷിച്ച ഈ നീക്കം തന്നെ നടത്തുമ്പോൾ ഈ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ കടക്കുന്നത് കാര്യങ്ങൾ? ഏതായാലും CV അനുമോദ് വിവരങ്ങൾ നൽകുന്നത്. ചുങ്കത്തറ പഞ്ചായത്തിൽ UDF അവിശ്വാസ പ്രമേയം ഇടതു മുന്നണി അംഗമായ നുസൈബ സുധീർ 2 ദിവസമായിട്ട് കാണുന്നില്ല എന്നൊക്കെ CPM നേതൃത്വം പരാതി നൽകിയിരുന്നു. അതേസമയം ഈ തൃണമൂൽ കോൺഗ്രസ് PB അൻവറിന്റെ TMCയുടെ മണ്ഡലം ചെയർമാന്റെ ഭാര്യ കൂടിയാണ് നുസൈബ. സ്വാഭാവികമായിട്ടും അവർ UDFന് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ വയനാട് പനമരത്തിന് ശേഷം ചുങ്കത്തറയിലും LDFിൽ നിന്ന് UDFന് ഭരണം പിടിച്ചെടുക്കാനായാൽ നിലമ്പൂരിൽ ശക്തി തെളിയിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം PB അൻവറിനുണ്ട്. അൻവറിന്റെ രാഷ്ട്രീയ നീക്കം കൂടി ഇതിനകത്ത് വ്യക്തമാകുകയാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.